തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരൊന്നുമില്ല ഈ ലോകത്ത്, അല്ലേ? അത് ഏത് പദവിയിലിരിക്കുന്നവരാണേലും ചെറിയതായാലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? കള്ളം പറയുക, കള്ളം പറയാത്ത മനുഷ്യരുണ്ടോ? ഉണ്ടോ? ചെറുതും വലുതുമായിട്ട് ഒരു ജീവിതം തന്നെ തകർക്കാൻ, ഒരു രാജ്യത്തിലെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കാൻ, ഇങ്ങനെയൊക്കെ രീതിയിൽ പറഞ്ഞാലും അങ്ങനെയും ഒരു വാക്കുകൾ മോശമായി ഉപയോഗിക്കുമ്പോൾ ഒക്കെ നമുക്ക് പലതരം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തെറ്റ് ആര് ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ അത് കണ്ടുപിടിക്കും. കാരണം തെറ്റെന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല, ഒരു നെഗറ്റീവാണ്. എപ്പോഴും വിജയം പോസിറ്റീവിനായിരിക്കാം. കാരണം അത് നമ്മളിപ്പം പറയും ഞാൻ അങ്ങനെ ചെയ്തിട്ട് പിടിച്ചില്ല, പക്ഷേ ഒരു സമയമുണ്ട്, ചിലപ്പോൾ നമ്മൾ ഈ ഭൂമുഖത്തെ ഇല്ലാത്ത സമയത്തായിരിക്കാം അതിൻ്റെ യാഥാർത്ഥ്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പം നമ്മളുടെ ഏറ്റവും വലിയ കാര്യമാണ് ഇരുട്ട് വരുന്നു, അല്ലേ? വൈകുന്നേരമാകുന്നു, സന്ധ്യയാകുന്നു, സൂര്യൻ മായുന്നു, പകരം ഇരുട്ട് വ്യാപിക്കുന്നു, അല്ലേ? ചന്ദ്രൻ വരുമ്പോഴും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രകാശം, അല്ലേ? എങ്കിലും ഈ ചന്ദ്രനും ഇല്ലാത്ത ദിവസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഇരുട്ട് അതിൻ്റെ ഏറ്റവും കാഠിന്യത്തോടുകൂടി നിൽക്കുന്ന ദിവസമായിരിക്കും സൂര്യൻ്റെ അഭാവം, ചന്ദ്രൻ്റെയും അഭാവം ഉണ്ടാകുന്നത്. കറുത്ത വാവ്, അല്ലേ? പിന്നീട് ഗ്രഹണം, ഗ്രഹണ സമയത്തും ഇതേ ഒരു പ്രതീതിയാണ്. പക്ഷേ ഇതിനെല്ലാം കുറച്ച് നേരത്തെ ആയുസ്സേ ഉള്ളൂ, ആ ഇരുട്ടിനും കുറച്ച് നേരത്തെ ആയുസ്സേ ഉള്ളൂ. പക്ഷേ ആ ഇരുട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദവും അതുപോലെ തന്നെയായിരിക്കും. തെറ്റ് ഇന്നല്ലെങ്കിൽ മറ്റൊരു നാൾ എന്താണ് എന്ന് ആളുകൾ മനസ്സിലാക്കും. അപ്പം തെറ്റ് ചെയ്യുന്നവർ കരുതിയിരിക്കുക. അപ്പം എന്നെയും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്, ആര് തെറ്റ് ചെയ്താലും ഒരിക്കൽ അത് പിടിക്കപ്പെടും. നമ്മൾ ആ തെറ്റിനെ ആവർത്തിക്കാതിരുന്നാൽ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമുണ്ടാകും. നമുക്ക് പറയാം, ഒരിക്കൽ ഞാനങ്ങനെ തെറ്റ് ചെയ്തു, പക്ഷേ പിന്നീട് ഞാൻ അതിലേക്ക് വീണിട്ടില്ല, അല്ലെങ്കിൽ ആ തെറ്റിലേക്ക് വീണിട്ടില്ല. ഇപ്പം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർ, അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാശിപ്പുറത്തോ അല്ലെങ്കിൽ അറിയാതെയോ ഉപയോഗിച്ചതായിരിക്കാം. ഒരിക്കൽ ഉപയോഗിച്ചു, മറ്റാരെങ്കിലും അത് കണ്ടു, അല്ലെങ്കിൽ വീട്ടിലറിഞ്ഞു. അപ്പം നമ്മൾക്ക് എന്താണ് നമുക്കത് പറയാം, എനിക്കറിയാതെ പറ്റിപ്പോയതാണ്, ഇനി അത് ആവർത്തിക്കില്ല. പക്ഷേ മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അത് അവരുടെ മനസ്സാണ്. പക്ഷേ നമ്മളുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന കാര്യം അപ്പോൾ തന്നെ കരുതിയിരിക്കണം. നമ്മൾ സ്വയം ശക്തരാകുക, നമ്മൾ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. എങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഇത് ഞാനൊരു എക്സാമ്പിളും പറഞ്ഞതാണ്, മയക്കുമരുന്ന് എന്നുള്ളത്. ഇതിൻ്റെ സ്ഥാനത്ത് ഏത് തരം തെറ്റുകളായാലും ഒരിക്കലൊരു തെറ്റ് പറ്റിയെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുന്നത് അതൊരു ഹീറോയിസം തന്നെയാണ്. അത് നമ്മളുടെ മനസ്സിനുണ്ടാകുന്ന ആ ധൈര്യം, നമ്മളുടെ ആ കഴിവാണ്, നമ്മുടെ ചങ്കൂറ്റമാണ് വീണ്ടും അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത്, ഇല്ലേ? അബദ്ധത്തിൽ നമ്മൾ പറയാം, പക്ഷേ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ കഴിവാണ്, നമ്മളുടെ നട്ടലിൻ്റെ ഉറപ്പാണ് എന്ന് ആ ഒരു ഭാഷയിൽ പറയാം. എന്തുമായിക്കൊള്ളട്ടെ, ശരിയല്ലേ? ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ളതായാലും, ചെറിയതായാലും വലുതായാലും, വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. ശരിയല്ലേ?